ഹായ്, ശരത്താണ്. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ജ്വല്ലറി സ്റ്റോക്കിനെ കുറിച്ചിട്ടാണ്. ജ്വല്ലറി എന്ന് പറയുമ്പോൾ ഗോൾഡ് ജ്വല്ലറി അല്ല, ഡയമണ്ട് ജ്വല്ലറി സ്റ്റോക്കിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. PNGS റേവ എന്നാണ് കമ്പനിയുടെ പേര്. കഴിഞ്ഞ മാസം അവർ റിസൾട്ടിന്റെ അപ്ഡേറ്റ് വന്ന സമയത്ത് നമ്മൾ അവരെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ സെയിൽസ് ഗ്രോത്ത് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കമ്പനിയിൽ. അടുത്തൊരു ഫിനാൻഷ്യൽ ഇയറിലേക്ക്, അതായത് അവരുടെ ഫുൾ റിസൾട്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് മാനേജ്മെന്റ് കമ്മിറ്റി കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അതിൽ അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ അവർ എത്ര ഗ്രോത്ത് വരും എന്നുള്ള കാര്യങ്ങൾ അതിനെ പറ്റിയൊക്കെ ഒരു ധാരണയായിട്ടുണ്ട്. നല്ല പെർഫോമൻസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് PNGS റേവ എന്ന് പറയുന്നത്. നമുക്ക് കുറേ ഡീറ്റെയിൽ ആയിട്ടുള്ള ബിസിനസ് എന്താണെന്നുള്ള കാര്യം, അതുപോലെ തന്നെ അടുത്തൊരു വർഷത്തേക്ക് നമുക്ക് എന്തെല്ലാം എക്സ്പെക്ട് ചെയ്യാന്നുള്ള കാര്യത്തെ പറ്റിയിട്ടും ഡിസ്കസ് ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞാൽ ഇവർ ഡയമണ്ട് ജ്വല്ലറിയാണ് ഇവർ സെല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് പ്ലെയിൻ ഗോൾഡ് ജ്വല്ലറീസ് ഒന്നും ഇവർ സെല് ചെയ്യുന്നില്ല. ഗോൾഡിലുള്ള, അതായത് ഡയമണ്ട് സ്റ്റോൺസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ജ്വല്ലറി ആയിരിക്കും ഇവർ സെല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ പ്ലാറ്റിനം ജ്വല്ലേഴ്സ് ഉണ്ട്. അത് വളരെ കുറച്ചേ ഉള്ളൂ, റവന്യൂവിൽ കൊണ്ടുപോയിട്ട് വളരെ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളത് കാര്യമായിട്ട് എടുക്കേണ്ടതായിട്ടുള്ള ഒരു നമ്പേഴ്സ് അതിൽ നിന്ന് വരുന്നില്ല. പ്ലാറ്റിനത്തിൽ നിന്ന് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് ഈ പറഞ്ഞ ഡയമണ്ട് ജ്വല്ലറിയുടെ കാര്യങ്ങളാണ്. അവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് അവരുടെ റവന്യൂ നോക്കിയാൽ ഈ Q4 ഏകദേശം 139% അവരുടെ റവന്യൂ ഗ്രോത്ത് വന്നിരിക്കുന്നത്. അങ്ങനെ പറയുമ്പോഴും ഈ 139% ഇവർക്ക് ഗോൾഡ് സെയിൽസിന്റെ റവന്യൂ ഉണ്ട്. ഗോൾഡ് സെയിൽസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെ എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴത്തേനും അവിടെ വരുന്ന ഗോൾഡ് ഉണ്ടല്ലോ, ആ ഗോൾഡ് അവർ ഡയറക്റ്റ് ആയിട്ട് സെല് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് കസ്റ്റമേഴ്സ് കൊടുക്കുന്ന ഗോൾഡ് കോയിൻസ് കാര്യങ്ങളെല്ലാം ഇവർ ഡയറക്റ്റ് ആയിട്ട് സെല് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ആ രീതിയിൽ ഇവർക്ക് റവന്യൂ വരുന്നുണ്ട്. അതിനെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല, കാരണം അതിന് മാർജിൻസും കാര്യങ്ങളൊക്കെ കുറവാണ്. അതല്ലാതെ ഇവരുടെ റീറ്റെയിൽ ജ്വല്ലറി സ്പേസിൽ നിന്ന് വരുന്ന റവന്യൂ എന്ന് പറയുന്നത് ഏകദേശം 97% ഈ ഒരു ക്വാർട്ടറിൽ Q4 ഗ്രോ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ നിന്നുള്ള പാറ്റ് ഗ്രോത്ത് നോക്കിയാൽ ഈ ഒരു Q4 ഏകദേശം 350% പാറ്റ് ഗ്രോത്ത് ആണ് കമ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഫുൾ ഫിനാൻഷ്യൽ ഇയർ നോക്കി കഴിഞ്ഞാൽ അവർ ഏകദേശം 70% റവന്യൂ ഗ്രോത്തും, അതുപോലെ പാറ്റ് ഗ്രോത്ത് നോക്കി കഴിഞ്ഞാൽ ഏകദേശം 9-10 എനിക്കൊന്ന് 15% പാറ്റ് ഗ്രോത്ത് ഉള്ളത്. അപ്പോൾ പാറ്റ് ഗ്രോത്ത് കുറച്ച് കുറവായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതിന്റെ റീസൺ വേറെ ഒന്നുമില്ല, ഇവർ കഴിഞ്ഞ വർഷമാണ് ഈ പറഞ്ഞ ഇവർ PN കാർഗിൽ ആൻഡ് സൺസ് എന്ന് പറയുന്ന പേരന്റ് കമ്പനിയിൽ നിന്ന് വരുന്നത്. അതുപോലെ തന്നെ ഇവർ PNGS ഗാർഗിയുടെ കൂടുതലായിരുന്നു കഴിഞ്ഞ മുമ്പത്തെ വർഷം വരെ ഉണ്ടായിരുന്നത്. സോ അവിടെ നിന്നാണ് ഇവർ സെപ്പറേറ്റ് കമ്പനിയായിട്ട് മാറിയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ ഇവരുടെ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേനും ഈ പറഞ്ഞ ഒരുപാട് എക്സ്പെൻസ് കാര്യങ്ങൾ, റെന്റൽ എക്സ്പെൻസ് ആണെങ്കിലും അതല്ലെന്നുണ്ടെങ്കിൽ ഇൻവെന്ററിയിൽ ഇവർക്ക് ഈ പറഞ്ഞ ലോജിസ്റ്റിക്കൽ കോസ്റ്റ്, അങ്ങനത്തെ ആ രീതിയിലുള്ള ഒരുപാട് കോസ്റ്റ് വളരെ കുറവായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ PNGS ഗാർഗിയുടെ ഷോറൂമിനുള്ളിൽ, അതായത് സ്റ്റോർ ഇൻ സ്റ്റോർ എന്ന് പറയുന്ന രീതിയിലാണ് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടുള്ള എക്സ്പെൻസ് കാര്യങ്ങളെല്ലാം PNGS ഗാർഗിയുടെ ബുക്കിലാണുള്ളത്. ഇവർക്ക് അത്ര എക്സ്പെൻസ് വരുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ മാർജിൻസ് കാര്യങ്ങളെല്ലാം കുറച്ച് കൂടുതലായിരുന്നു കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നോക്കി കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഗ്രോത്ത് അത്രയും വന്നതായിട്ട്, പാറ്റിലൊന്നും ആ രീതിയിൽ ഗ്രോത്ത് വന്നതായിട്ട് കാണാൻ പറ്റാത്തത്. അപ്പോൾ അടുത്തൊരു ഫിനാൻഷ്യൽ ഇയറിൽ വരുന്ന സമയത്ത് നമുക്ക് ഇവരുടെ ബേസ് വരുന്നത് ഈ പറഞ്ഞ FY26 ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് അവിടുത്തെ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. അങ്ങനെയുള്ള സമയത്താണെങ്കിൽ പോലും ഇപ്പോൾ അവരുടെ ഈ ഒരു ക്വാർട്ടറിലെ Q4 ഗ്രോത്ത് കാര്യങ്ങളൊക്കെ നോക്കിയാൽ, അല്ലെങ്കിൽ മാർജിൻസ് കാര്യങ്ങളൊക്കെ നോക്കിയാൽ, എബിറ്റ മാർജിൻ നോക്കിയാൽ ഏകദേശം 22% എബിറ്റ മാർജിൻ ഉണ്ട്. അല്ല അവരുടെ ഗ്രോസ് മാർജിൻ ആണ് നോക്കുന്നുണ്ടെങ്കിൽ ഏകദേശം 28% ഗ്രോസ് മാർജിനും പാറ്റ് മാർജിൻ ഏകദേശം 16% ആണ്. ഇത് ഫുൾ ഇയർ നോക്കിയാൽ പാറ്റ് മാർജിൻ എന്ന് പറഞ്ഞാൽ 14.7% ആണ് അവർക്ക് ഫുൾ ഇയർ ഉള്ളത്. എബിറ്റ മാർജിൻ നോക്കിയാൽ എനിക്ക് തോന്നുന്നത് 21.7, ആ 22 തൊട്ട് താഴെയാണ് എബിറ്റ മാർജിൻ ഉള്ളത്. മാനേജ്മെന്റിനോട് ചോദിക്കുമ്പോൾ മാനേജ്മെന്റ് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ ഇവർ പറഞ്ഞ പോലെ എബിറ്റ മാർജിനും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ള കാര്യം. എബിറ്റ മാർജിൻ മെയിൻറ്റെയിൻ ചെയ്താൽ പാറ്റ് മാർജിനും അവർ ആ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഗ്രോസ് മാർജിനിൽ വരുന്ന കുറച്ച് വർഷങ്ങളിൽ നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെന്റും കാര്യങ്ങളൊക്കെ കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 28 ആണുള്ളത്, അതിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഇമ്പ്രൂവ്മെന്റ് വന്നു കഴിഞ്ഞാൽ ഇവർ നല്ല രീതിയിൽ എക്സ്പാൻഷനും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ എക്സ്പാൻഷന് വേണ്ടി വരുന്ന കോസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇവർക്ക് എബിറ്റ മാർജിൻ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇവർ എക്സ്പാൻഡ് ചെയ്താൽ ഇവരുടെ ഈ പറഞ്ഞ മാർജിൻസ് കാര്യങ്ങളൊന്നും വ്യത്യാസം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മൾ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ആ റിസൾട്ടിന്റെ അപ്ഡേറ്റിന്റെ സമയത്ത് പറഞ്ഞിരുന്നു ഇവർക്ക് ഇപ്പോൾ ഏകദേശം 36 ഷോറൂംസ് ആണുള്ളത്. അതിനകത്ത് 34 എണ്ണതും ഈ PNGS ഗാർഗിയുടെ ഷോറൂമിനുള്ളിൽ, അതായത് സ്റ്റോർ ഇൻ സ്റ്റോർ SIS എന്ന് പറയുന്ന മോഡലിലുള്ളതാണ്. ബാക്കി 2 ഷോറൂംസ് ആണ് അവർക്ക് കോക്കോ മോഡലിലുള്ളത്. അതുപോലെ തന്നെ ഇവർ വരുന്ന ഫിനാൻഷ്യൽ ഇവർ IPO സമയത്ത് പറഞ്ഞിരുന്നു 15 പുതിയ കോക്കോ ഷോറൂംസ്, അല്ലെങ്കിൽ EBO ഷോറൂംസ് എന്നാണ് അവർ പറഞ്ഞത്, എക്സ്ക്ലൂസീവ് ബ്രാൻഡഡ് ഔട്ട്ലെറ്റ് എന്ന് പറയും. അത് അവർ 15 എണ്ണം പുതിയതായിട്ട് ആഡ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഒരെണ്ണം അവർ കഴിഞ്ഞ ഈ Q4 അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു SIS സ്റ്റോറും കൂടെ ഈ ഒരു ക്വാർട്ടറിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ ഇപ്പോൾ അവർക്ക് 36 സ്റ്റോർസ് ആണ് ഉള്ളത്. അതിനകത്ത് 2 കോക്കോ സ്റ്റോർസ് ആണ്. ഇനിയിപ്പോൾ 14 പുതിയ സ്റ്റോറും കൂടെ അവർ ആഡ് ചെയ്യുന്നുണ്ട്, കോക്കോ സ്റ്റോർ, അതായത് EBO സ്റ്റോറുകൾ 14 എണ്ണം കൂടെ, അതായത് IPOയിൽ പറഞ്ഞ കാര്യങ്ങൾ 14 എണ്ണം കൂടെ ഇനി ആഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഏകദേശം 6 to 7 എണ്ണം അവർ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ആഡ് ചെയ്യുന്നുള്ള കാര്യമാണ് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ ഈ സ്റ്റോർ ഇൻ സ്റ്റോർ വരണമെന്നുണ്ടെങ്കിൽ ഇവർ PNGS ഗാർഗി എങ്ങനെ ഗ്രോ ചെയ്യുന്നുള്ളതായിട്ട് നമ്മൾ അറിയണം. അത് നോക്കിയാൽ അവർ ഈ ഒരു വർഷം അവർ ഇന്റേണൽ അക്രൂവൽസ് കൂടെ ഗ്രോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ വരുന്ന 2 വർഷത്തിൽ ഏകദേശം ഒരു 3 to 4 ഷോറൂംസ് നമ്മൾ എക്സ്പെക്ട് ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ ഒരു 1 to 2 ഷോറൂംസ് നമുക്ക് SIS മോഡലിൽ ഈ കമ്പനിയിൽ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ഒരു 7 to 8 ഷോറൂംസ് എന്തായാലും അവർ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഈ കമ്പനിയുടെ പുതിയതായിട്ട് ഓപ്പൺ ചെയ്യാൻ സാധ്യതയുണ്ട്. അതും അതിന്റെ ഒരു ഗ്രോത്തിന്റെ റേറ്റ് നോക്കി ഏകദേശം 22% ഗ്രോത്ത് ഈ പറഞ്ഞ ഷോറൂം കൗണ്ടിൽ അല്ലെങ്കിൽ വോളിയം ഗ്രോത്തിൽ വരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അവരുടെ SSSG നോക്കിയാൽ ഓൾറെഡി ഉള്ള, അതായത് കഴിഞ്ഞ വർഷം വരെ ഉള്ള ഏകദേശം 30 ഷോറൂംസ് കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നു, SIS ഷോറൂംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഏകദേശം 40% ഗ്രോത്ത് ആണ് അവർക്ക് വന്നിരുന്നത്. അതായത് SSSG എന്ന് പറയുന്നത് 40% ആയിരുന്നു.
അത് മാനേജ്മെന്റ് പറയുന്നത് വെച്ചാൽ അതിനകത്ത് മെയിൻ റീസൺ എന്താ വെച്ചാൽ ഈ ഗോൾഡിന്റെ പ്രൈസ് ഇത്ര ഇൻക്രീസ് ആയതും കാര്യങ്ങളൊക്കെയാണ്. അതിപ്പോൾ എല്ലാ ജ്വല്ലറി സ്റ്റോക്കുകൾ നോക്കിയാലും ഇവർക്ക് ഗോൾഡ് മെയിൻ ഐറ്റം അല്ലെന്നെങ്കിൽ പോലും ഇവരുടെ ജ്വല്ലറി എല്ലാം ഗോൾഡ് ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഗോൾഡിന്റെ പ്രൈസ് ഹൈക്ക് വരുന്നതിനനുസരിച്ചിട്ട് ഇവരുടെ ഈ പറഞ്ഞ പോലെ SSST കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആവും. അതിപ്പം എല്ലാ കമ്പനികളും സംഭവിച്ചൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത വർഷം ഈ പറഞ്ഞ പോലെ ഗോൾഡിൽ ഇത്ര ഹൈക്ക് വന്നില്ലെങ്കിൽ പോലും ഏകദേശം ഒരു 25-30% SSST ഗ്രോത്ത് ആണ് മാനേജ്മെന്റ് ഈ ഒരു അടുത്തൊരു ഫിനാൻഷ്യൽ ഇയറിലേക്ക് ഗൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം വോളിയം ഗ്രോത്തിൽ തന്നെ ഏകദേശം 20-22% ഗ്രോത്തും അതുപോലെ തന്നെ SSSTയിൽ ഒരു 25-30% ഗ്രോത്തും പറയുന്നുണ്ട്. അത് രണ്ടുകൂടി നമ്മൾ ഡയറക്റ്റ് ആഡ് ചെയ്തതിന് ഏകദേശം 45-50% ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. പക്ഷെ അത്രയും വരാനുള്ള സാധ്യത കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ SIS സ്റ്റോറിനെ കഴിഞ്ഞും കുറച്ചുകൂടെ ചെറുതാണ്, ഇൻവെന്ററി കാര്യങ്ങളൊക്കെ കുറവാണ് EBO സ്റ്റോഴ്സിന് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് EBO സ്റ്റോഴ്സിലെ വോളിയം ഒരു 10% എടുത്താൽ മതി. അപ്പോൾ 25-30% SSSTയും 10% ഈ പറഞ്ഞ വോളിയം ഗ്രോത്തിൽ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 35-40% ഗ്രോത്ത് എന്തായാലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ കമ്പനിയിൽ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് സ്വർണ്ണത്തിന്റെ ഒരു പ്രൈസ് ഈ ഒരു റേഞ്ചിൽ തന്നെ നിലനിന്നാൽ പോലും നമുക്ക് ഈ ഒരു രീതിയിലുള്ള ഗ്രോത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. ഗോൾഡിന്റെ പ്രൈസ് ഇൻക്രീസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഗ്രോത്ത് ഇതിന് മുകളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ വന്നാൽ ആ ഗോൾഡിന്റെ പ്രൈസ് ഇൻക്രീസ് ആവുന്ന ഒരു സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഈ പറഞ്ഞ ഗോൾഡും ഡയമണ്ടും എടുത്ത് നോക്കുന്ന സമയത്ത് ഡയമണ്ടിനാണ് മാർജിൻ കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ഇപ്പോൾ ഗോൾഡിന്റെ പ്രൈസ് കൂടുമ്പോഴത്തേന് മൊത്തത്തിൽ ഇവരുടെ ജുവലറിയുടെ പ്രൈസ് ഇൻക്രീസ് ആവും. ആ ഒരു സമയത്ത് ഇവരുടെ മാർജിന് കാര്യങ്ങളൊക്കെ കുറച്ച് ഡിപ്പ് വരാൻ സാധ്യതയുണ്ട്. ഓവറോൾ ഇവരുടെ ഫിഗർ ഇൻക്രീസ് ആവുമെങ്കിലും ഗോൾഡിന്റെ പ്രൈസ് ഒരുപാട് ഇൻക്രീസ് ആവുന്നതുകൊണ്ട് തന്നെ മാർജിൻസിന്റെ പെർസെന്റേജ് കുറച്ച് താഴാൻ സാധ്യതയുണ്ട്. പക്ഷേ അതല്ല, ഈ ഒരു രീതിയിൽ തന്നെ ഗോൾഡ് പ്രൈസ് നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഈ പറഞ്ഞ പോലെ തന്നെ മാർജിൻസ് ഈ ഒരു രീതിയിൽ തന്നെ കമ്പനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് മാനേജ്മെന്റ് പറഞ്ഞിട്ടുള്ളത്. മറ്റേതിപ്പം ഗോൾഡ് പ്രൈസ് കൂട്ടിയിട്ട് ഇവരുടെ മാർജിൻസിന്റെ നമ്പർ കുറഞ്ഞാലും മൊത്തത്തിൽ ഇവരുടെ ഫിഗർ കുറച്ചുകൂടെ വലുതാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ തന്നെയാണല്ലോ ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല കാര്യം തന്നെ. ഇപ്പോൾ ഗോൾഡിന്റെ പ്രൈസ് കൂടിയാലും അല്ലെങ്കിൽ ഇവർ ഈ ഒരു രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. മൊത്തത്തിൽ മാനേജ്മെന്റ് കമ്പനി നല്ലതായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ കമ്പനിയെ പറ്റി പറയുമ്പോൾ ഇവർ മെയിൻ ആയിട്ടുള്ളത് മഹാരാഷ്ട്രയിലാണുള്ളത്. മഹാരാഷ്ട്രയിലാണ് ഇവരുടെ മെയിൻ ഷോറൂംസ് അല്ല, രണ്ട് ഷോറൂംസ് ഉള്ളൂ മഹാരാഷ്ട്രയുടെ പുറത്ത്, ഒന്ന് ഗുജറാത്തിലും ഒന്ന് കർണാടകയിലും ഉള്ളത്. അപ്പോൾ മാനേജ്മെന്റ് പറയുന്നുണ്ട് ഇപ്പോൾ അടുത്ത എക്സ്പാൻഷൻ സമയത്ത് ഇവരിപ്പോൾ മഹാരാഷ്ട്രയിൽ ഉള്ളിൽ ഇവർ ഓപ്പൺ ചെയ്യുന്ന സ്റ്റോറുകൾ ഏകദേശം അവർ ഒരു ഇൻവെന്ററി ടേൺ ഓവർ എന്ന് പറയുന്നത് ഏകദേശം 0.75 ആയിരിക്കും. അവർ അടുത്തൊരു 1 ഇയർ തീരുന്ന സമയത്ത് 6 മാസം തൊട്ട് ഒരു 8 മാസം തൊട്ട് 12 മാസം വരെയുള്ള സമയം നോക്കുമ്പോഴത്തേന് ഇൻവെന്ററി ടേൺ ഓവർ ഏകദേശം ഒരു 0.75 ആയിരിക്കും എന്നുള്ള കാര്യം പറഞ്ഞ്. അത് ഈ മഹാരാഷ്ട്രയ്ക്ക് പുറത്തുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു 18 മാസം തൊട്ട് 24 മാസം വരെ എടുക്കും. അതായത് ഒരു 1.5 വർഷം തൊട്ട് 2 വർഷം വരെയുള്ള സമയം എടുക്കും ഇൻവെന്ററി ടേൺ ഓവർ ഏകദേശം ഒരു 0.75 എത്താനായിട്ട്. ആ ഒരു രീതിയിൽ ഇൻവെന്ററി ടേൺ ഓവർ എത്തുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ EBITDA എന്ന് പറയുന്നത് ഏകദേശം ഒരു ഷോറൂമിന് ഏകദേശം 1.5 കോടി രൂപയുടെ EBITDA അവർക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അറൗണ്ട് ഒരു 9 crore ആയിരിക്കും അവരുടെ റവന്യൂ വരാൻ സാധ്യത ആ ഒരു രീതിയിൽ അവർ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഒരു 2-3 വർഷം കൊണ്ട് തന്നെ ഇവരുടെ ഈ പറഞ്ഞ ഇൻവെന്ററി ടേൺ ഓവർ ഒരു 1.5-1.5% എത്തിക്കാൻ പറ്റുമെന്നും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 3.5-4 കോടി രൂപയുടെ EBITDA അവർക്ക് ഓരോ പെർ ഷോറൂമിൽ നിന്ന് അവർക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അതായത് വരുന്ന കുറച്ച് വർഷങ്ങളിൽ ഇവർക്ക് നല്ല രീതിയിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടും എന്നുള്ള കാര്യമാണ് മാനേജ്മെന്റ് അതിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു PNGS ഗാർഗിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ PNGS ഗാർഗി ഇതേപോലെ തന്നെ ഡയമണ്ട് ജ്വല്ലറി സെൽ ചെയ്യുന്നുണ്ട്. സോ അത് ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഇതൊരു പേരന്റ് കമ്പനിയുടെയാണ് ഈ രണ്ട് ജ്വല്ലേഴ്സും. അവിടെ ഇവരെ വ്യത്യാസമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ PNGS ഗാർഗിയിൽ ഈ പറയുന്ന പോലെ 15,000 രൂപ അല്ലെങ്കിൽ ഒരു 10,000 രൂപ സ്റ്റാർട്ട് ചെയ്യുന്ന ജ്വല്ലറീസ്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ജ്വല്ലറീസ് ഏകദേശം ഒരു 2 ലക്ഷം 3 ലക്ഷം രൂപ വരെയുള്ള റേഞ്ചിലാണ് ഉള്ളത്. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം 15 ലക്ഷം രൂപ തൊട്ട് ഏകദേശം 15,000 രൂപ തൊട്ട് ഏകദേശം 25 ലക്ഷം രൂപ വരെയുടെ അത്രയും പ്രൈസ് പോയിന്റിൽ വരുന്ന പ്രൊഡക്റ്റുകൾ ഇവർക്ക് അവൈലബിൾ. അതായത് കുറച്ചുകൂടെ പ്രീമിയം ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഇവർ സെൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡയമണ്ടിന്റെ ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ PNGS ഗാർഗിൽ വരുന്നതിനെ ബെറ്റർ ആയിട്ടുള്ള ഡയമണ്ട് ജ്വല്ലറിയുടെ ഡയമണ്ടിന്റെ അതായത് ഈ സ്റ്റോണിന്റെ ക്വാളിറ്റി അതിനെക്കഴിഞ്ഞ് ബെറ്റർ എന്നുള്ള കാര്യമാണ് മാനേജ്മെന്റ് പറഞ്ഞിട്ടുള്ളത്. അത് മാനേജ്മെന്റ് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഈ പറഞ്ഞ ഡയമണ്ടിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഏകദേശം D എന്ന് പറഞ്ഞ ഗ്രേഡിലാണ് വരുന്നത്. ഇവർ സെൽ ചെയ്യുന്ന EUF-ലാണ്, H ഒക്കെയാണ് ഈ പറഞ്ഞ പോലെ PNGS ഗാർഗിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ട് സെഗ്മെന്റിലാണ് വർക്ക് ചെയ്യുന്നുള്ള കാര്യമാണ് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മെയിനായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മാനേജ്മെന്റ് പറഞ്ഞത്. വേറെ നമുക്ക് എടുത്തു പറയാനായിട്ട് ഇൻവെന്ററി ടേൺ ഓവറിന്റെ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ പുതിയ ബ്രാൻഡ് ഓപ്പൺ ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഏകദേശം 7-8 നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ കാര്യങ്ങളൊക്കെ സ്റ്റോർ കൗണ്ട് ഇൻക്രീസ് ആകുന്നതിനനുസരിച്ച് ഇവർ ഇൻവെന്ററി കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യേണ്ട അതിന്റെ ഒരു പെർസെന്റേജ് കുറയുന്നുള്ള കാര്യം പറഞ്ഞു. അതുകൊണ്ട് തന്നെ വർക്കിംഗ് ക്യാപിറ്റലൊക്കെ നമുക്ക് വരുന്ന ക്വാർട്ടറുകളിൽ ഇമ്പ്രൂവ് ആകുന്നതായിട്ട് കാണാനായിട്ട് വരും. ക്വാർട്ടറുകളിൽ അല്ലെങ്കിൽ വരുന്ന വർഷങ്ങളിൽ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആകുന്ന നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് മാനേജ്മെന്റ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ അങ്ങനെ നോക്കിയാൽ ഇപ്പോൾ അവരുടെ ഈ ഒരു വർഷത്തെ ഇപ്പോൾ PE റേഷ്യോ നോക്കിയാൽ ഏകദേശം 19 അവരുടെ ഇപ്പോഴത്തെ PE റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തൊരു വർഷം ഇപ്പോൾ അവർ ജനറേറ്റ് ചെയ്യുന്ന പാറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 65 കോടിയുടെ പാറ്റാണ് അവർ ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. മാനേജ്മെന്റിന്റെ ഗൈഡൻസ് അടുത്തൊരു ഫിനാൻഷ്യൽ ഇയറിലേക്ക് മാനേജ്മെന്റ് ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ 25-30% ഗ്രോത്ത് അവരുടെ ടോപ്പ് ലൈനിൽ വരുമെന്നാണ്.
നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഏകദേശം SSST ഒരു 25-30% മാനേജ്മെന്റ് പറയുന്നുണ്ട്. അതിന്റെ കൂടുതൽ തന്നെ വോളിയം ഗ്രോത്ത്, ഒരു പുതിയ ഷോറൂം സ്റ്റാർട്ട് ചെയ്യുന്ന കൂട്ടി കഴിഞ്ഞാൽ ഏകദേശം ഒരു 35% ഗ്രോത്ത് നമുക്ക് അൻസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് ഞാൻ എൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ബെഞ്ച് മാർക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്നതാണ്. ഒരു 35-40% ഗ്രോത്ത്, അതിന് താഴേക്ക് ഗ്രോത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ കമ്പനിയിൽ അത്ര ഇൻട്രസ്റ്റഡ് ആയിരിക്കില്ല. പക്ഷേ മാനേജ്മെന്റ് ഗൈഡൻസ് 25-30% ഗ്രോത്ത് ആണ് മാനേജ്മെന്റ് ഗൈഡ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഒരു 25-30% ഗ്രോത്ത് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിന് കൂടുതൽ അവർ ഈ പറഞ്ഞ പാറ്റ് മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ ഒരു രീതിയിൽ ഇപ്പോൾ ഉള്ള പാറ്റ് മാർജിൻ അവർ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 40.7 അവർ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 86-87 കോടിയുടെ പ്രോഫിറ്റ് അവർ ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതല്ല പാറ്റ് മാർജിൻ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 88-89 കോടിയുടെ വരെ പാറ്റ് അവർ അടുത്തൊരു ഫിനാൻഷ്യൽ ഇയർ, അതായത് FY27 അവർ ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ആ ഒരു പാറ്റ് വെച്ചിട്ട് ഇപ്പോഴത്തെ മാർക്കറ്റ് ക്യാപ്പിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഫോർവേഡ് പി ആയിട്ട് വരുന്നത് ഏകദേശം ഒരു 13-14 ആ റേഞ്ച്, അതായത് 15 താഴെയാണ് അവരുടെ ഫോർവേഡ് പി വരുന്നത്. ആ ഒരു രീതിയിൽ നോക്കുമ്പോഴത്തേന് 30-35% അടുത്ത് ഗ്രോത്ത് വരാൻ സാധ്യതയുള്ളൂ, അല്ലെങ്കിൽ ഒരു 30% ഗ്രോത്ത് വരാൻ സാധ്യതയുള്ള കമ്പനി ഏകദേശം ഒരു 13-14 ഫോർവേഡ് പിയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അവിടെ നമ്മൾ പെഗ് റേഷ്യോ നോക്കുമ്പോൾ അവരുടെ പെഗ് റേഷ്യോ 0.5 താഴേക്കാണ് വരുന്നത്. 30% ഗ്രോ ചെയ്ത ഒരു കമ്പനി പെഗ് റേഷ്യോ 0.5 താഴെ അവൈലബിൾ ആകുമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വാല്യൂഷൻ തന്നെയാണ് കമ്പനി അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇവർ ഇതേപോലെ തന്നെ ഈ പറഞ്ഞ ഷോറൂം എക്സ്പാൻഷനും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ, ഈ പറഞ്ഞ ജ്വല്ലറി സെക്ടറിൽ ഇപ്പം മോദിയുടെ ഒരു കമന്റ് ഉണ്ടായിരുന്നല്ലോ, അതിനനുസരിച്ചിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. സോ എന്തായാലും നല്ലൊരു കമ്പനി തന്നെയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ വളരെ ചെറിയ ഏകദേശം 1000-1200 കോടിയുടെ മാർക്കറ്റ് ക്യാപ്പാണ് കമ്പനി ആകെ ഉള്ളത്. ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ തന്നെ നല്ല പൊട്ടൻഷ്യൽ ഉള്ളത്, അതായത് ഇവർ ഈ പറഞ്ഞ പോലെ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ ഇതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പൊട്ടൻഷ്യൽ ഉള്ള, നല്ല രീതിയിൽ PE റേറ്റിംഗ് കാര്യങ്ങളൊക്കെ കിട്ടാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു കമ്പനിയായിട്ട് തന്നെയാണ് ഇത് ഫീൽ ചെയ്യുന്നത്. എന്തായാലും നമ്മളിത് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം, അതുപോലെ തന്നെ നിങ്ങളുടെ റിസ്ക് കാര്യങ്ങളൊക്കെ, കാരണം ഇത് വളരെ ചെറിയ കമ്പനിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിസ്ക് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യുക. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.